ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി വിഭവം, അതായത് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. നമുക്ക് ഈ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ചിക്കൻ കുറച്ച് ചൊടിയിൽ കഴിച്ചു വയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മോളാണ് എനിക്ക് ഈ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നാക്കി തരണത്. അപ്പോൾ ടി വി കണ്ടിട്ടാണ് ആൾ ഇതൊക്കെ നന്നാക്കി തരണത്. ആളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും കണ്ടില്ലേ, വെളുത്തുള്ളിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞങ്ങൾ ഒരു ചിക്കൻ, അതായത് ഫുള്ളായിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ആദ്യം തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 2 ടേബിൾ സ്പൂണാണ് ഇട്ടേക്കണത്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു പകുതിയാണ് എടുത്തേക്കണത്. പിന്നെ നമുക്ക് ചെറുനാരങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 1 മണിക്കൂർ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. നല്ലോണം നമ്മുടെ ആ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആവശ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ പീസുകളെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. വല്ലാണ്ട് വറുക്കാൻ പാടില്ല, ഒരു മീഡിയം, ഒരു പകുതി ഒരു വറവിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മൾ ഈ എല്ലാ പീസിനും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള എരിവാണ് അതിലിടേണ്ടത്. അപ്പോൾ ഞങ്ങൾ അധികം ഇട്ടിട്ടില്ല. കുറച്ചും കൂടി എരിവുണ്ടാകുമ്പോഴാണ് അത് ഒന്നും കൂടി ടേസ്റ്റി ആവണത്. പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത്. അതായത് ചിക്കൻ നമ്മൾ എന്നും ഓരോ രീതിയിൽ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിക്കൻ കൊണ്ടാട്ടം, അതായത് ആ ഒരു കുറച്ചും കൂടി എരിവുണ്ടാകുമ്പോഴാണ് ചിക്കൻ ഒന്നും കൂടി ചൊടിയാവണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചുവന്നുള്ളിയാണ് ഇടേണ്ടത്. പക്ഷെ നമ്മളിതിൽ സബോള ഇട്ടിട്ടാണ് ചെയ്തേക്കണത്. ചെറിയ സബോളയാണ്, വളരെയധികം കനം കുറച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞേക്കണത്. അപ്പോൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ സബോളനെ മുഴുവനായിട്ട് നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കണ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും ഒരുമിച്ചാണ് മൂക്കേണ്ടത്, സവോളയുടെ ഒപ്പം തന്നെ. നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഒരു മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്, നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് മൂക്കട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കുത്തുമുളകില്ലേ, വലിയ മുളക് ചതച്ചത്, അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം, ഗരം മസാല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. അതൊരു 1/4 കപ്പാണ് നമ്മൾ ചേർത്തേക്കണത്. ചിലവർക്ക് ഇതിൻ്റെ നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ട് വരുന്നത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കണത്. ഇതും നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇതേ കണ്ടില്ലേ, മിക്സ് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ടല്ല എടുത്തേക്കണത്, ഒരു ലേശം ഗ്രേവി രൂപത്തിലാണ് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുത്തേക്കണത്. പിന്നെ നമുക്കൊന്നും കൂടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ ഒരു ഇതിലാണ് 1 കപ്പ് വെള്ളം നമ്മൾ കഴുകിയെടുത്തേക്കണത്. അതും കൂടി ഒഴിച്ചൊന്ന് മൂടിയിട്ട് വേവിക്കാം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു. ഇതാണ് പാകം. നമുക്കതിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം.
ഒരു അടിപൊളി എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം, കമൻസൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയും നല്ലൊരു വിഭവമായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ, ബൈ.